അഖിൽ ശ്യാമ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അഖില് ആദിയുടെ അടുത്ത് പറയുന്നുണ്ട്, ആ ശ്രീകുട്ടി എന്ത് പഴിച്ചു? ശ്രീകുട്ടിയെ നിങ്ങൾ എല്ലാവരും കൂടി എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അശ്വതി ഏട്ടത്തിയും അരുണേട്ടനും തമ്മിൽ എന്തൊരു സ്നേഹമായിരുന്നു. എല്ലാറ്റിനും കാരണം ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏട്ടനോട്. അമ്മയാണ് എല്ലാറ്റിനും കാരണം, ഏട്ടനും അതിലൊരു പങ്കുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടൊരു ചെറുപുഞ്ചിരിയോടെ നമ്മുടെ ആദ്യം ഇങ്ങനെ അഖിലിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങളെടുത്ത് ആരാ പറഞ്ഞത്? ഞാനും അമ്മയും കൂടെയാണ് അവരെ പിരിച്ചതെന്ന് ആരാ നിങ്ങളെടുത്ത് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ അഖില് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ അറിഞ്ഞു, ഇനി അതൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഏട്ടാ, ഞാൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു എന്ന് പറയാണ്. നിങ്ങൾ അറിഞ്ഞതൊന്നുമല്ല സത്യം, ഞാൻ നിങ്ങളടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനും അമ്മയും നിങ്ങളുടെ മുൻപിൽ ഒരു കുറ്റക്കാരായിരിക്കും. അന്ന് അരുൺ UK-ന്ന് വെക്കേഷന് വന്നതായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കാറിൽ വരുന്ന സമയത്ത് ഇതേപോലെ അശ്വതിയെയും അഖിലിനെയും കണ്ടു. അങ്ങനെ അരുണും അശ്വതിയും എന്തുകൊണ്ടാണ് പിരിഞ്ഞത് എന്ന് ആദി പറയാണ്. അരുണും അശ്വതിയും പാർക്കിൽ നിൽക്കുന്നത് ആദിയും അതേപോലെ അമ്മയും കണ്ടുവരികയാണ്. അങ്ങനെ അരുണിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഏതാ ഈ പെൺകുട്ടി എന്ന് അമ്മ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അമ്മേ അത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് പറയുന്നുണ്ട്. അഭിരാമി എന്നാ പേരും എന്നും പറയണം. അതിനുശേഷം അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ കല്യാണം കഴിക്കുന്ന കാര്യം, ഞങ്ങളൊന്നും തീരുമാനിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ എല്ലാവരുടെ അടുത്തും ഞാൻ കാര്യങ്ങൾ പറയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു, പക്ഷെ അതിന് പറ്റിയില്ല. നിങ്ങളെല്ലാവരെയും സമ്മതത്തോടു കൂടി ഞങ്ങളുടെ കല്യാണം നടത്തി തരണമെന്ന് പറയണം. അപ്പം നമ്മുടെ അമ്മ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് നീ പറയുന്നത്? അപ്പോൾ ഐശ്വര്യയോ നിന്റെ കല്യാണം തീരുമാനിച്ചതല്ലേ എന്ന് പറയണം. അമ്മേ എനിക്ക് അഭിരാമിയെ വളരെ ഇഷ്ടമാണ്, ഞങ്ങളുടെ കല്യാണം നിങ്ങൾ നടത്തി തരണമെന്ന് പറഞ്ഞ് അരുൺ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ആദ്യം പറയുന്നുണ്ട്, അമ്മ അവൻ്റെ ഇഷ്ടം അങ്ങനെ നടത്തി കൊടുത്തേക്ക്, അവൻ്റെ കാര്യം അമ്മയ്ക്ക് അറിയുന്നതല്ലേ, നമുക്ക് നല്ലപോലെ അന്വേഷിച്ചിട്ട് ഈ കല്യാണം അങ്ങ് നടത്തി കൊടുക്കുക എന്ന് ആദ്യം പറയാണ്. അങ്ങനെ അമ്മ മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കുകയാണ്. ആദ്യം പറയുന്നുണ്ട്, ഞാൻ അരുണിൻ്റെ അടുത്ത് അവളുടെ വീടൊക്കെ ചോദിക്കാം, അതിനുശേഷം നമുക്ക് വീട്ടിലോട്ട് നാളെ പോവാമെന്ന് പറയണം. അങ്ങനെ പിന്നീട് അഭിരാമിയുടെ വീട്ടിലോട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അഭിരാമിയുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്താണ് ആദിയും വസന്തരാമയും. അങ്ങനെ ആദി പറയുന്നുണ്ട്, അരുൺ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാവം പിടിച്ച കുടുംബമാണ്, വലിയ കഴിവൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. അങ്ങനെ അവർ വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ അഭിരാമിയുടെ അമ്മ പുറത്തോട്ട് വരുന്നുണ്ട്. ആ കയറി വരൂ, എന്നോട് മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇന്ന് വരൂ എന്ന്, കയറി ഞങ്ങൾ അരുൺ പറഞ്ഞിട്ട് വന്നതാണ്, മോളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയാണ്. അപ്പം അമ്മ പറയുന്നുണ്ട്, അത് പിന്നെ മോൾക്ക് ഇന്ന് എക്സാം ആണല്ലോ, അവൾ എക്സാമിന് പോയിരിക്കുകയാണെന്ന് പറയണം. അത് സാരമില്ലെന്ന് ഞാൻ ചായ എടുക്കട്ടെ എന്ന് പറയാണ്. വേണ്ട, ചായ ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ വീട്ടിലൊരു കുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ് എന്ന്. അപ്പം തന്നെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതാണ് ഇതൊന്നും വേണ്ട എന്ന്. അപ്പോൾ അവൾക്ക് മറക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എന്ന് അഭിരാമിയുടെ അമ്മ പറയാണ്. അങ്ങനെ എന്തായാലും ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അഭിരാമിയുടെ അമ്മ ഉള്ളിലോട്ട് പോവാണ്. അപ്പോഴും ആദ്യം പറയുന്നുണ്ട്, അമ്മേ നമുക്ക് ഈ കല്യാണം അങ്ങ് ഉറപ്പിക്കാമല്ലേ എന്ന് പറയുന്നുണ്ട്. വരട്ടെ, ഞാൻ നോക്കട്ടെ എന്ന് അമ്മ പറയാണ്. അങ്ങനെ ചുറ്റുഭാഗമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഭിത്തിയിലൊരു ഫോട്ടോ ഇരിക്കുന്നത് കാണുന്നുണ്ട്. ഈ ഫോട്ടോ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് അമ്മ. എന്നിട്ട് ചായയുമായിട്ട് അഭിരാമിയുടെ അമ്മ വരികയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇത് ആരാന്ന് ചോദിക്കുകയാണ്. അതെൻ്റെ ഭർത്താവാണെന്ന് പറയുന്നുണ്ട്. ചായ കുടിക്കുമെന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, വേണ്ട, ചായ ഒന്നും വേണ്ട, ഈ കല്യാണം ഇനി നടക്കില്ല, ഇതിവിടെ വെച്ച് നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ഇതേ സമയം ആദ്യം ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ കാര്യം, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ആരാ ഫോട്ടോയിലുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ്. നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ, നീ പോയി വണ്ടി എടുക്കുകയെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ്. ഈ കാര്യം അറിഞ്ഞിട്ട് അരുണിന് ദേഷ്യം വരികയാണ്. അങ്ങനെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്താ അമ്മ അവിടെ പോയിട്ട് ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നിനക്ക് പറ്റിയ ബന്ധമല്ല ഇത്, നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ ബന്ധമല്ല, അതുകൊണ്ട് ഇത് വേണ്ട, നിനക്ക് UK-യിൽ പഠിത്തമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, അതുപോലെ ഐശ്വര്യമായിട്ട് ഞാൻ കല്യാണം തീരുമാനിച്ചതുമാണ്, അപ്പോൾ ഈ ബന്ധം നമുക്കിവിടെ വേണ്ടാന്ന് വെക്കാമെന്ന് പറയാണ്. നമുക്ക് പറ്റിയ സ്റ്റാറ്റസുള്ള കൂട്ടത്തിലല്ല എന്ന് പറയണം. അപ്പം നമ്മുടെ അരുൺ പറയുന്നുണ്ട്, ഞാൻ കല്യാണം കഴിച്ചാൽ അവളെ സ്റ്റാറ്റസ് മാറിയില്ലേ, അപ്പോൾ പിന്നെ അവൾ ഇവിടുത്തെ കുട്ടിയല്ലേ, അപ്പോൾ അതൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. പറ്റില്ല, ഞാൻ ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് അമ്മ പറയാണ്. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ അവളെ തന്നെയാണ് കല്യാണം കഴിക്കുള്ളൂ, ഇനി ഞാൻ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഞാനിതൊന്നൊരു പടി ബാക്കിലോട്ട് മാറില്ല എന്ന് പറയാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അരുൺ പറയാണ്, എന്തായാലും നാളെ ഞാൻ UK-യിലോട്ട് പോവാണ്, അതിന് മുൻപ് ഞാൻ എന്തായാലും ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ചിട്ട് അഭിരാമിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും എന്ന് പറഞ്ഞ് അരുൺ അവിടെ നിന്ന് പോവാണ്. ഇത് കേട്ട് വളരെ ദുഃഖത്തോടു കൂടി നിൽക്കുന്ന അമ്മയെയും ആദിയെയുമാണ് കാണിക്കുന്നത്. പിന്നീട് പിറ്റേ ദിവസം അമ്പലത്തിൽ വെച്ച് അരുണും അതേപോലെ അഭിരാമിയും താലി ചാർത്തുകയാണ്. ആരുമില്ല കൂട്ടത്തിൽ. അമ്പലത്തിലൊരു താലി കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും 2 പൂമാല ധരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കണ്ട് ആദി അവിടെ അമ്പലത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആദി നമ്മുടെ അരുണിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം അമ്മയുടെ അടുത്ത് വന്ന് പറയുകയാണ്. അങ്ങനെ ആകെ ഷോക്കിൽ നിൽക്കുകയാണ് അമ്മ. പിന്നീട് കാണിക്കുന്നത്
ആ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് ആദ്യം അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ചിട്ട് ആദ്യക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് അഭിരാമിയുടെ രണ്ടാനച്ഛനാണ്. അച്ഛൻ മരിച്ച് പിന്നീട് കല്യാണം കഴിച്ചതാണ് അമ്മ ഈ ഒരു അച്ഛനെ എന്ന് നമ്മുടെ അമ്മയോട് പറയാണ്. അപ്പം തന്നെ അമ്മയ്ക്ക് സമാധാനമാവുകയാണ്. മാത്രമല്ല ആദ്യം പറയുന്നുണ്ട് രണ്ടാനച്ഛൻ അഭിരാമിയെ എപ്പോഴും ഉപദ്രവിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് അമ്മ പറയുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇതിനൊരു തീരുമാനം എടുക്കണം. അഭിരാമിയെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. നമ്മുടെ അരുൺ താലി കെട്ടിയ പെൺകുട്ടിയാണ്, ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള അധികാരം എനിക്കുണ്ട്. ഇപ്പം തന്നെ നമുക്ക് പോയിട്ട് അഭിരാമിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അയാൾക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് അമ്മ പറയാണ്. അപ്പോൾ ആദ്യം പറയുന്നുണ്ട് അമ്മ ഈ രാത്രി തന്നെ നമ്മൾ പോകണോ എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്, ഇപ്പോൾ ഒരുപാട് വൈകിയില്ലേ, അപ്പോൾ നമുക്ക് നാളെ രാവിലെ തന്നെ പോയിട്ട് അഭിരാമിയെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരാം. ഇപ്പം ഇതെന്തായാലും അരുണിനോട് പറയണ്ട കേട്ടോ എന്നും പറയുന്നുണ്ട്. എന്നാൽ ശരി അമ്മയെ നാളെ തന്നെ കൊണ്ടുവരാമെന്ന് ആദ്യം പറയുന്നുണ്ട്. പക്ഷേ ആദ്യം ചോദിക്കുന്നുണ്ട് അമ്മ ആ ഫോട്ടോയിലുള്ളത് ആരാണ്? അമ്മ ആ ഫോട്ടോ കണ്ടപ്പോഴല്ലേ ഈ ഒരു ബന്ധം വേണ്ട എന്ന് പറഞ്ഞത്. ഇപ്പം അത് അവളുടെ അച്ഛനല്ല എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അമ്മ ഇപ്പോൾ കല്യാണത്തിന് സമ്മതിച്ചത് എന്ന് ചോദിക്കുകയാണ്. ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അമ്മ പറയുന്നില്ല, അമ്മ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ അഭിരാമിയെ കൊണ്ടുവരാനായിട്ട് ആദ്യം വസന്തരാമയും ചെല്ലുകയാണ്. ഇതേ സമയം അവിടെ അഭിരാമിയുടെ രണ്ടാനച്ഛൻ മരിച്ചു കിടക്കുന്നുണ്ട്. അഭിരാമിയാണ് കൊന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ അഭിരാമിയെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. എന്താണെന്നറിയാതെ ആദ്യയും അതുപോലെ വസന്തരാമയും എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അഭിരാമിയെ അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റുന്നത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിച്ചത്. അങ്ങനെ എല്ലാ സത്യങ്ങളും ആദി അഖിലിനോടും അതുപോലെ ശ്യാമയോടും പറഞ്ഞു. ഇനി അവരോട് ആരാണ് പറഞ്ഞത് ഇക്കാര്യങ്ങളെ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ അറിയാം. ഇനി അശ്വതിയുടെ കയ്യിൽ തെറ്റുണ്ടോ, അതല്ല ആദിയുടെ കയ്യിലാണോ അമ്മയുടെ കയ്യിലാണോ തെറ്റ് എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ തന്നെ കണ്ടറിയാം. പിന്നെ ശ്രീക്കുട്ടി ആരുടെ മോളാണ്, ശ്രീക്കുട്ടി ഇനി ശരിക്കും അരുണിൻ്റെയും അശ്വതിയുടെയും മോളാണോ, എല്ലാം നമുക്ക് വരും എപ്പിസോഡിൽ തന്നെ കണ്ടറിയാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ.